അസ്സലാമലൈക്കും. നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിസാനുൽ ഖുർആനിലെ ഒന്നാമത്തെ പാഠമാണ്. ലിസാനുൽ ഖുർആനിലെ ഒന്നാമത്തെ പാഠമാണ്. 8ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ 8ാം ക്ലാസ് പാഠം 1 ഞങ്ങൾ പഠിക്കാൻ പോകുന്നത്. 8ാം ക്ലാസ് പാഠം 1 ഞങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, പാഠം 1 പഠിക്കാൻ പോകുന്നത്. മദ്രസ വിഭാഗത്തിലൂടെയാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം പാഠത്തിന്റെ പേര് ഇഖ്റ ബിസ്മി റബ്ബിക്. ഇഖ്റ ബിസ്മി റബ്ബിക്, അതാണ് പാഠത്തിന്റെ പേര്. നമുക്ക് റീഡ് ചെയ്യാം. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യംകുസു ഫീ ഗാരി ഹിറാഇ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറാ ഗുഹയിൽ താമസിക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറാ ഗുഹയിൽ താമസിക്കാറുണ്ടായിരുന്നു. വനസല അലൈഹി ജിബ്രീലു അലൈഹിസ്സലാം ബിൽ വഹി. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വഹി കൊണ്ട് വന്നു. ജിബ്രീൽ അലൈഹിസ്സലാം അപ്പോൾ വനസല അലൈഹി ജിബ്രീൽ അലൈഹിസ്സലാം ബിൽ വഹി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി ഇറങ്ങി. വഖാല ലഹു ഇഖ്റ. വഖാല ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാന ഇഖ്റ ബികാരിക്. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, വായിക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ വായിക്കുന്ന ആളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് ഞാൻ വായിക്കുന്ന ആളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഓക്കെ, ഫഅഖാദ ജിബ്രീലു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലമാഹു ഇലൈഹി. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നിലേക്ക് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, സുമ്മ അർസലു ഫഖാല ഇഖ്റ. പിന്നീട് കെട്ട് അഴിഞ്ഞതിന് ശേഷം വീണ്ടും വായിക്കാൻ ആവശ്യപ്പെട്ടു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ നബികാരി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ വായിക്കുന്ന ആളല്ല. വഹദസ സലാസ മറത്തി. ഇങ്ങനെ 3 തവണ സംഭവിച്ചു. 3 പ്രാവശ്യം സംഭവിച്ചു. സുമ്മ ഖാല ജിബ്രീലു അലൈഹി വസല്ലം. പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു. എന്താണ് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ അല്ലമൽ ഇൻസാന മാ ലം യഅലം. സൃഷ്ടിച്ചവൻ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യൻ അറിയാത്തത് അവൻ പഠിപ്പിച്ചു എന്ന് ഓതുന്നത് വരെ വായിച്ചു. ثم رجع النبي صلى الله عليه وسلم إلى بيته وقلبه يخفف. പിന്നീട് മിടിക്കുന്ന ഹൃദയവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് മടങ്ങി. فدخل على خديجة وقال زملوني. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് വന്നു പറഞ്ഞു, എന്നെ പുതപ്പിട്ട് മൂടു ഖദീജ. ഫസമ്മലഹു ഹത്താ ബദഅനഹു ഖൗഫു. അങ്ങനെ ഭയം വിട്ടുമാറുന്നതുവരെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുതപ്പ് കൊണ്ട് പൊതിഞ്ഞു. ഫജലസത്ത് ഖദീജ ഇലാ ജനീബിഹി. ഖദീജ ബീവി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഇരുന്നു. വസമ്മിയത ഹദീസുഹു സുമ്മ ഖാലത്.
പ്രവാചകരുടെ വിവരങ്ങൾ കേട്ട് ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കല്ലാ അബ്ശിർ ഫവല്ലാഹു ലാ യുഹ്സികല്ലാഹു അബദാ. ഇല്ല, നിങ്ങൾ സന്തോഷിക്കൂ, അല്ലാഹുവാണ് സത്യം, അല്ലാഹു ഒരിക്കലും നിങ്ങളെ അപമാനിക്കുകയില്ല. ഇന്നക ലതസിലുർ റഹീം. കാരണം നിങ്ങൾ കുടുംബ ബന്ധം പുലർത്തുന്നവരാണ്. വതസ്ദുഖു. സത്യം മാത്രമാണ് നിങ്ങൾ സംസാരിക്കുന്നു. വതഹ്മീലുൽ കല്ല. ഭാരം വഹിക്കുന്നു. വതഫ്രിഖുൽ ലൈഫ. നിങ്ങൾ അതിഥികളോട് നന്നായി പെരുമാറുന്നു. വതുഇനിൽ അലാ നവാഇബിൽ ഹഖി. സത്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സഹായിക്കുന്നു. പോയി സഹായിക്കുന്നു. ഓക്കെ, ഇനി ബാക്കിയുള്ള തദ്രീബാത്തിൽ ചെറിയൊരു പോയിന്റ് ഉണ്ട്. അൽ ബഹ്സു ആറാം പേജിൽ ടോപ്പിലുള്ള, അതാണ് ഇപ്പൊ ഞാൻ വായിക്കാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നോക്കൂ. കുല്ലു ഫീലി ഫി ഹാസി ജദ്വലി യഷ്തമിലു അലാ സലാസത്തി അഹ്റൂഫിൻ. ഈ പട്ടികയിലെ ഓരോ ഫീലുകളിലും 3 അക്ഷരങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഏത് പട്ടിക? ടെക്സ്റ്റ് ബുക്കിൽ ഒരു പട്ടിക ഉണ്ട് അല്ലേ? 5-ാം പാഠില് ജസ്റ്റ് എന്റെ കയ്യും തട്ടിപ്പോയതാണ്, കുഴപ്പമില്ലല്ലോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഹർഫുകളെല്ലാം അസ്ലിയാണ്. ഈ ഹർഫുകളെല്ലാം അസ്ലിയാണ് എന്ന് പറഞ്ഞാൽ അസ്ലിയാണ്. لأننا لو خزفنا حرفا منها لما دل على معنى. നാം അതിൽ ഒരു അക്ഷരം നീക്കം ചെയ്താൽ അതൊരർത്ഥം നൽകുകയില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു വേർഡ് കലമ്, ലാമ് കളഞ്ഞിട്ടുണ്ട്, കാമുണ്ടാവും. അപ്പൊ അതിനൊരു അർത്ഥം ഉണ്ടാവുക ഇല്ല. അതാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായല്ലോ? وهذا نوع من الفعل هو الفعل الثلاثي مجرد. ഈ തരത്തിലുള്ള ഫീലുകളാണ് അൽ ഫീലു സുലാസിയുൽ മുജറദ്. ഇത്തരത്തിലുള്ള ഫീൽ പറയുന്ന പേരാണ് എന്താണ്? സുലാസിയുൽ. 3 അക്ഷരങ്ങൾ കൊണ്ടുവരുന്നത്. وهو على 5 أبواب كما فهمنا من الجدول. പട്ടികയിൽ നിന്ന് മനസ്സിലാക്കുന്നത് പോലെ അവ 5 ബാബുകളുണ്ട്. അതേപോലെ പട്ടികയിൽ നിന്ന് മനസ്സിലാക്കുന്നത് പോലെ അവ 5 ബാബുകൾ. ഇനി സുലാസി മുജറദു അല 5 അബ്വാബ്. അപ്പൊ സുലാസി മുജറദിന്റെ ഫീലുകൾ 5 എണ്ണാണ്. നോക്കാം. 1 അൽ ഫീൽ യഫ്ഉൽ. ഫഅല യഫ്ഉലു, ഫഅല യഫ്ഉലു, ഫഅല യഫ്ഇലു, ഫഅല യഫ്ഇലു, ഫഅല യഫ്അലു, ഫഇല യഫ്അലു, ഫഉല യഫ്ഉൽ. സിമ്പിൾ ആണ്. ഇത് എന്തായാലും പരീക്ഷ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും പരീക്ഷ. ഓക്കെ, അൽ ഫീലു കിസ്മാനി സലാസിയു വറുബായിയു. ഫീല് 2 വിധമുണ്ട്. സുലാസിയും റുബായും. ഫീല് 2 വിധമുണ്ട്. ഒന്നാമത്തത് സുലാസി മുജറദും രണ്ടാമത്തത് റുബായി മുജറദും. ഈ 2 എണ്ണമാണ് കേട്ടോ. നെക്സ്റ്റ്, അൽ ഫീലു സുലാസി ഹുവൽ ഫീൽ ലസി ഹംറുഫുഹു അസ്ലിയത സലാസു. എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്ലിയായ 3 ഹർഫുകളുള്ള ഫീലുകൾക്കാണ് അൽ ഫീലു സുലാസി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 3 അക്ഷരങ്ങളുള്ള ഒരു ഫീലിനാണ് ഫീലു സുലാസി എന്ന് പറയുന്നത്.
അൽ ഫീലു സലാസിയു ഖിസ്മാനി. സുലാസിയുടെ ഫീലുകൾ രണ്ട് വിധമാണ്. സുലാസിയായ ഫീലുകൾ രണ്ട് വിധമാണ്. ഏതൊക്കെയാണ് അവകൾ? സലാസി മുജറദ്. സലാസിയായ മുജറദ് എന്ന് പറഞ്ഞാൽ 3 അക്ഷരമുള്ളത്. സലാസിയു മസീദു ഫി എന്ന് പറഞ്ഞാൽ 4 അക്ഷരമുള്ളത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. الثلاثي مجرد هو الفعل الذي فيه 3 أحرف أصلية فقط. أما ثلاثي مجرد ثلاثة أحرف أصلية فقط ആണ് ഇതൊക്കെ. ഇതിൽ നിന്ന് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിൽ വേറെ ഉണ്ടാവും. 7ാമത്തെ പേജിൽ കാണും. വേറെ പഠിച്ചാൽ തന്നെ റീഡ് ചെയ്തുതരാം. അൽ ഫീലു മാഫി മാലി അൽ മുലാരി മാലി മുലാരി. അഖസ യഅഖുസു, റജാ യർജിഉ. അതേപോലെ ഫഅല യഫ്ഉലു, ഫഅല യഫ്ഇലു, ഫഅല യഫ്ഇലു, ഫഅല യഫ്ഇലു, ഫതഹ യഫ്തുഹു, ഫഅല യഫ്അലു, അലിമ യഅലിമു, ഫഇല യഫ്ഉലു, ഹസുന യഹസുനു, ഫഉല യഫ്ഉലു, ഹദസ യഹദുസു, ഫഅല യഫ്ഉലു, ഖലക യഖ്ലുഖു, ഫഅല യഫ്ഉലു. ബലഗ യബ്ലുഗു, ഫഅല യഫ്ഉലു, ദഖല യദ്ഖുലു, ഫഅല യഫ്ഉലു, സദക യസ്ദുഖു, ഫഅല യഫ്ഉലു, ഖഫക യഖ്ഫിഖു, ഫഅല യഫ്ഇലു, ഫഅല യഫ്ഇലു, ജലസ യജ്ലിസു, ഫഅല യഫ്ഇലു, ഹമല യഹ്മിലു, ഫഅല യഫ്ഇലു. ഓക്കെ. ഇതിനകത്ത് നക്ഷിഫു അഫ്അലു സുലാസി മുജറദ്. ഇതിൽ നിന്ന് നമ്മൾ സുലാസി മുജറദിനെ കണ്ടുപിടിക്കാനാണ്. നമുക്ക് നോക്കാം. ഇജ്തമയുടെ അർത്ഥം എന്താണ്? ഒരുമിച്ച് കൂട്ടി. ഇജ്തമ ഒരുമിച്ച് കൂട്ടി. നസറ സഹായിച്ചു. നസറ ഉണ്ട് അല്ലേ? നസറ സുലാസി മുജറദാണ്. ഷറക സുലാസി മുജറദാണോ? അല്ല. ഷറക പങ്കുചേർന്നു. ഷറക പങ്കുചേർന്നു. പക്ഷെ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു അലിഫ് ഉണ്ട്. അത് സുലാസി മസീദു ഫി ആണ് കേട്ടോ. അടുത്തത് ലഇബ കളിച്ചു. അത് ഉണ്ട് കേട്ടോ. ലഇബ കളിച്ചു, അത് സുലാസി മുജറദാണ്. തഅല്ലമ ഇല്ല, പഠിച്ചു. അപ്പം ഇജ്തമ ഇല്ല, ഷറക ഇല്ല, തഅല്ലമ ഇല്ല. കതബ എഴുതി. കതബ ഉണ്ട്. അകല ഭക്ഷിച്ചു. അക്കല ഇല്ല. അക്കല ഭക്ഷിച്ചു, ഇതില്ല. അക്കല ഭക്ഷിച്ചു, അതില്ല. അഹ്സന നമ ചെയ്തു, അതും ഇല്ല. ഇൻകത കുറിന്നുപോയി, അതും ഇല്ല. സഹബ പോയി, അത് ഉണ്ട്. സഹബ ഉണ്ട്. അപ്പം 1 2 3 4 എണ്ണാണുള്ളത്. ഓക്കെ, മനസ്സിലായല്ലോ? 4 എണ്ണമുണ്ട്. ഇത് നമ്മളാ ടെക്സ്റ്റ് ബുക്കിൽ 8ാം പേജിൽ ഇതുണ്ടാവും. കണ്ടോ? ഇതേപോലെ എഴുതാനുണ്ടാവും. ഇതേപോലെ നമ്മൾ എഴുതി കൊടുത്താൽ സെറ്റ്. ഓക്കെ. അടുത്തത് പൂരിപ്പിക്കുക. നുകമ്മിൽ ജുമഅ തലീദ് ബിവാഉദി ഫീൽ സുലാസി മുജറദ് മൻസൂബ്. സുലാസി മുജറദിനെ എടുത്ത് പൂരിപ്പിക്കുക. അതാണ് ഇവിടെ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അല്ലാഹു സമാവാതി വൽ അർള്. അള്ളാഹു ആകാശ ഭൂമിയെ സൃഷ്ടിച്ചു. അതാണ് അതിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ എന്തായിരിക്കും അവിടെ പൂരിപ്പിക്കേണ്ടത് നമ്മൾ? യെസ്, എന്താണ് അവിടെ പൂരിപ്പിക്കേണ്ടത്? ഖലക്കയാണ് ശരി ഉത്തരം. അപ്പൊ രണ്ടാമത് അൽ ഡാഷ് അൽ അബു അലൽ കുർസി. പിതാവ് കസേരയിൽ ഇരുന്നു. അതിലേതാണ്? പിതാവ് കസേരയിൽ ഇരുന്നു. യെസ്, ജലസ അബു അല കുർസി. പിതാവ് കസേരയിൽ ഇരുന്നു. ഓക്കെ, നെക്സ്റ്റ്.
ഡാഷ് അൽ ഔലാദ് ഖുർആന, കുട്ടികൾ ഖുർആൻ വായിച്ചു. അവിടെ എന്താണ് വരിക? ഖറഅയ വരിക. ഖറഅ. അത്തഫ്ലു ലബന, കുട്ടി പാൽ കുടിച്ചു. അപ്പൊ എന്താ വരിക? ശരിബ. ശരിബത്തിഫ്ലു ലബന, കുട്ടി പാൽ കുടിച്ചു. അപ്പൊ ഖലഖ സമാവാതി വൽ അർളു, അള്ളാഹു ആകാശഭൂമിയെ സൃഷ്ടിച്ചു. ജലസൽ അബു അല കുർസി, പിതാവ് കസാരയിലിരുന്നു. ഖറഅൽ ഔലാദ് ഖുർആന, കുട്ടികൾ ഖുർആൻ വായിച്ചു. ശരിബത്തിഫ്ലുൽ ലബന, കുട്ടി പാൽ കുടിച്ചു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്തത് ഖുർആൻ ആയത്തിന്ന് കണ്ടുപിടിച്ചിട്ട് സുലാസി മുജറദ് കണ്ടുപിടിച്ചിട്ട് അൽ ബാബ്, അതിന്റെ ബാബ് എഴുതാനാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒരു ട്രയൽ ഇവിടെ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ومن آياته أن خلق لكم من أنفسكم أزواجا, خلق فعل يفعل. അടുത്തത് ويضرب الله أمثالا للناس لعلهم يتذكرون. വയലുരിബ. അപ്പൊ അവിടെ എന്താ വരിക? വയലുരിബ. അത് നമ്മൾ ലറബയാക്കുക. ഇവിടെ ഫത്തഹ് ഇട്ടിട്ട് ഇത് രണ്ടും ലറബ. ലരിബ ലറബയാണ് ആവശ്യം. ഇവിടെ ലറബയാക്കുക. ഇത് വെട്ടിയിട്ട് ഇവിടെ ലറബയാക്കുക. ഇത് ആവശ്യമില്ല. അവിടെ ലറബയാക്കുക. ഇത്ര സിമ്പിളാണ്. കാണിച്ചു തരാം. ലറബ ഉണ്ടെന്താ വരിക? ഫഅല യഫ്ഇലു. ലറബ ഫഅല യഫ്ഇലു. ഫഅല യഫ്ഇലു. ലറബ ഫഅല യഫ്ഇലു. അടുത്തത് ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന. ഇവിടെ നമ്മൾ ഈ ഫതഹ്ന ഫതഹായാക്കണം. അപ്പൊ ഇത് മാറ്റിയിട്ട് ഞാൻ ഇവിടെ എഴുതി കാണിച്ചു തരാം. ഫതഹ. ഇത്രയുള്ള സിമ്പിൾ ഫതഹ നമുക്ക്. ഓക്കെ, അവിടെ എന്താണ് വരിക? ഫതഹ ഫഅല യഫ് ഫഅല യഫ് ഫഅല ഫഅല യഫ്അലു. ഫതഹ ഫഅല യഫ്അലു. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് الآن خفف الله عنكم وعلم أن فيكم ضعفا. അപ്പോൾ അവിടെ എന്താണ് വരിക? അലിമ. അലിമയാണ്. ഈ വാ ഇല്ലാണ്ടാക്കിയിട്ട് നമുക്ക് ഇവിടെ അലിമ എടുക്കാം. ഇവിടെ നമ്മൾ അലിമ എന്ന് എഴുതണം. അലിമ ഉണ്ട് എന്താ വരിക? ഫഅല യഫ് ഫഅല യഫ് അലിമ ഫഅല യഫ്അലു. അലിമ ഫഅല യഫ്അലു. അലിമ യഫ്അല യഫ്അലു. അത്രേ ഉള്ളൂ. അലിമ ഫഅല യഫ്അലു. അത്രേ ഉള്ളൂ. അടുത്തത് വഹസന ഉലൈക റഫീഖ. അവിടെ എന്താണ്? നമുക്ക് ഹസുന എടുക്കാം. ഇവ കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഹസുന എടുക്കാം. ഹസുനേനെ എടുത്തിട്ട് വഹസുന. നമ്മൾ ഹസുന എഴുതി. അവിടെ ഏത് ഫീല വരിക? ഫഉല യഫ്ഉലു. ഫഉല യഫ്ഉലു. അതാണ് അവിടെ. അപ്പം വഹസന ഉലൈക റഫീഖ ഹസുന യഫ്ഉലു. ഇത്ര വലിയൊരു പാഠം നമുക്ക് പിന്നെ അടുത്തൊരു വീഡിയോ എടുക്കണം. അസ്സലാമു അലൈക്കും. പിന്നെ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യുക. കമൻ്റൊക്കെ ഇടുക. നിങ്ങളുടെ സൂപ്പറാണെന്നൊക്കെ കമൻ്റൊക്കെ ഇടുക. ശരി, നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും.